ആദ്യമേ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ എല്ലാ നാട്ടുകാർക്കും എൻ്റെ ഇടവകാംഗങ്ങൾക്കും ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും മോർണിംഗ് സ്റ്റാറിലെ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. എല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് അവർക്ക് വേണ്ടി ഇത്രയും ദിവസങ്ങൾ ഉറക്കമൊഴിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ഞങ്ങളുടെ വികാരി അച്ഛൻ കുര്യാക്കോസ് അച്ഛനെ, അച്ഛൻ ഞങ്ങളുടെ വികാരി അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണമെന്ന് അച്ഛനിലൂടെ ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അത്രയും സപ്പോർട്ടും സിസ്റ്റേഴ്സ്, മോർണിംഗ് സ്റ്റാറിലെ സിസ്റ്റേഴ്സ്, നമ്മളുടെ മാനസികതലം നൽകിയ എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ 6 ദിവസമായി ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ട് ഇതുവരെ നമുക്ക് ആ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 6 ദിവസം കൊണ്ട് നമ്മളുടെ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് വളർന്ന സമയത്തും CCTV ക്യാമറകളൊക്കെ എല്ലായിടത്തും ഉണ്ട്. എന്നിട്ട് പോലും ആളെ പിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ പ്രതി എന്ന് പറഞ്ഞ ആളൊരു ഡോക്ടറാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. ഇന്നലെ ഞാൻ അറിഞ്ഞ്. അപ്പോൾ ഡോക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനുള്ളവരാണ്. ആള് തന്നെ ഇങ്ങനെ ഒരു ജീവൻ എടുത്തു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അത് വലിയ ആളായതുകൊണ്ടാണോ നമ്മൾ ആളെ ഇതുവരെ കിട്ടാത്തത്? ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ വലിയ സ്ഥലത്തെ വലിയ ഫാമിലി, വലിയ ക്യാഷുള്ള ആൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ സാധാരണക്കാരൻ്റെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ലേ? എന്തോരം സ്വപ്നങ്ങളുണ്ടായിരുന്ന മോളാണെന്നറിയോ എൻ്റെ മോള്. പഞ്ച പാവമായിരുന്നു. എൻ്റെ മോള് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പഞ്ചപാവം മോളായിരുന്നു എൻ്റെ മോക്ക് എന്തായാലും നീതി വാങ്ങി തരണം. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ആ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ എനിക്കറിയില്ല അവരുടെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇനി അയാൾ ഡോക്ടറായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മനുഷ്യരുടെ ജീവനായിരിക്കും അയാളുടെ കയ്യിൽ കിടന്ന് പൊളിയാന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഇനി അങ്ങനെ ചെയ്യാതിരിക്കുമോ? എൻ്റെ നല്ലവരായ കുറേ ഡോക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളോടുകൂടി പറയുവാണ്, നിങ്ങൾക്ക് കൗൺസിൽ, എനിക്കറിയില്ല നിങ്ങളുടെ അസോസിയേഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. പുള്ളിനെ ഇനി ഒരിക്കലും അതിലൊന്നും ഉൾപ്പെടുത്തരുത്. എൻ്റെ മോൾക്ക് നീതി വാങ്ങി തരണം. എൻ്റെ മോളെ ആളൊന്ന് ആ വണ്ടി ഒന്ന് നിർത്തി എൻ്റെ മോളൊന്ന് ഹോസ്പിറ്റലിൽ കാണാൻ പോലുള്ള മനസ്സ് കാണിച്ചില്ല. എനിക്ക് നീതി കിട്ടണം. ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന എൻ്റെ കുഞ്ഞു മക്കള്, എൻ്റെ ലിയാമോളുടെ കൂട്ടുകാർ, അവരുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അവർക്ക് നീതി വേണമെന്ന്. അതുങ്ങൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. അവൾ അഡ്മിറ്റ് ചെയ്തെന്ന് അവരവിടെ നിൽക്കുക, ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ മോക്ക് എന്തായാലും നീതി കിട്ടണം. എങ്കിലേ എൻ്റെ മോക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാവം കുഞ്ഞായിരുന്നു. എന്തോരം സ്വപ്നമായിരുന്നു എന്നറിയോ? എന്തോരം സ്വപ്നം. ആരും ഞങ്ങളോട് ബന്ധപ്പെട്ടിട്ടില്ല. ഒരു കാര്യവും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എൻക്വയറിക്ക് കൂടിയും വന്നിട്ടില്ല. ഇല്ല, അവര് വന്നിട്ടേ ഇല്ല. ഞങ്ങളോട് അടുത്തിട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ നോ ഓപ്ഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ പിടിച്ച് ഇതായിരുന്നു, വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടായിരുന്നു. രാത്രി 10 മണിക്ക് പോയിട്ട് പിറ്റേ ദിവസം നേരം പോയിട്ട് 6 മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടത്. പ്രത്യേക സംഘം രൂപീകരിച്ചിട്ട് അന്വേഷിക്കാൻ ഇതുവരെ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടില്ല? ഇല്ല.
പ്രതിയുടെ അഭിഭാഷകൻ സമീപിച്ചിരുന്നു. ഇല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മാനസികാവകാശ ഇത് ഞങ്ങൾ തെറ്റും. എന്തൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു പിടുത്തം ഉണ്ടാവില്ല. ഞങ്ങൾ പൈസക്ക് വേണ്ടിയല്ലേ, എൻ്റെ മോളാണ് നഷ്ടപ്പെട്ടത്. എന്തോരം വാത്സല്യച്ച് വളർത്തിയ കൊച്ചാ. എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരേ ബുദ്ധിമുട്ട്. ഉണ്ട്. ആ, അറിയില്ല, അതിന്റെ ഒരു സമയം കഴിഞ്ഞു. പോകുന്നുണ്ട്. ആ, ഇത്ര നോക്കിയിട്ട് ഒരു അനക്കവും പോലും ഉണ്ടായിട്ടില്ല. പ്രതിനെ പിടിച്ചിട്ടും കൂടിയില്ല. അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഈ അവർക്ക് പറ്റുമായിരുന്നു നേരത്തെ തന്നെ പിടിക്കാൻ പറ്റുമായിരുന്നു. അവർക്ക് പറ്റുമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ പറ്റുമായിരുന്നു. ഇത്രയും ദിവസത്തിന്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ബോധമുള്ള ആർക്കെങ്കിലും മനസ്സിലാവും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഈ പൈസ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്താണ് അവൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാവരും ജീവിക്കാൻ ഇതാക്കല്. അവള് പൈസ ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ജോലിക്ക് പോയി. എന്നിട്ട് തിരിച്ചു വരുമ്പോ ഏതെങ്കിലും ആൾക്കാർ ഇങ്ങനെ കാറടിക്കും, അവസാനം മരിക്കും. എന്നിട്ട് ഒരു പൈസ കൊടുക്കും പോവും. എന്താണ് പൈസ? പൈസ മാത്രം മതിയാ. ആൾക്കാരുടെ ജീവന് ഒരു വിലയില്ല. ഒക്കെ എന്തൊക്കെ സ്വപ്നം ഉണ്ടായിരുന്നാണെന്ന് അറിയും. എന്നിട്ടാണ് ഇവിടെ 2 കോളേജ് ഉള്ളതാ. അവിടെ ഒരു ഹബ്ബ് പോലും ഇല്ല. പിന്നെയും എന്തോരം കുട്ടികൾ അവിടെ പഠിക്കണത്. 2 കോളേജ് ഉള്ളതല്ലേ. അവിടെ ഒരു ഹബ്ബ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തീരില്ലേ. ഇനി ഒരു കുഞ്ഞിന്റെ ജീവനും കൂടി ഇതുപോലെ പോകാനും, ഒരു അനിയന് ചേച്ചിന് പോകാനും, അമ്മയ്ക്ക് മോളെ പോകാനും ഒക്കെ, അച്ഛന് മോളെ പോകാനൊക്കെ ഇടവരുത്തണം. എന്തെങ്കിലും ചെയ്തുകൂടി? ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനങ്ങളുള്ള സ്ഥലമില്ല അത്. അത് അവിടെ എപ്പോഴും എന്തെങ്കിലുമായിട്ടൊക്കെ ചെറിയ ചെറിയ ആക്സിഡന്റുകൾ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നത്. ഇനി എന്തിനാണ്? മക്കളല്ലേ, നമ്മുടെ പ്രതീക്ഷയല്ലേ. ഇനി പഠിക്കുന്നതല്ലേ പിള്ളേര്. എത്ര പിള്ളേര് പഠിക്കുന്നത് അവിടെ. അവർക്ക് മര്യാദക്ക് സഞ്ചരിക്കണ്ടേ, നടക്കണ്ടേ റോട്ടിൽ കൂടി. പ്രത്യേകിച്ചൊന്നുമില്ല. നിലവില് ഇതൊക്കെ സംഭവിക്കാനുള്ള സംഭവിച്ചു. പക്ഷെ ഈ സംഭവം നടന്നിട്ട് ഇന്നലെ വരെ ഈ പ്രതിനെ പിടിക്കുന്നതിന് നോട്ടീസ് അയച്ചു പോലീസുകാർ കാത്തിരിക്കുന്നു അറിഞ്ഞത്. നിലവില് അറസ്റ്റിന് അതിന്റെ ഇന്ന് 4 സ്ക്വാഡായിട്ടൊക്കെ ഇറങ്ങിയിട്ടെന്ന് നിലവിൽ അറിയുന്നുണ്ട്. നമ്മ പലരെയും കോണ്ടാക്ട് ചെയ്ത് നമുക്ക് കോണ്ടാക്ട് വെച്ചിട്ട് നമ്മൾ പലരെയും കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് പിടിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നലെ ഈ പറഞ്ഞ പോലെ നിലവില് FIR 304 ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിലവില് കേസ് സ്ട്രോങ് ആയിട്ട് മനഃപൂർവ്വം വെച്ച് താമസിക്കുന്നതിലല്ല, അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ആദ്യം ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് തന്നെ പറഞ്ഞു ആദ്യം ചെന്നപ്പോൾ വണ്ടിയുടെ ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നു. നിലവില് ഈ പറഞ്ഞ പുള്ളി ചാലാക്ക മെഡിക്കൽ കോളേജിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ചെയ്ത്. അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം അങ്കമാലിയില് എങ്ങാണ്ടും വേറെ പരിപാടിക്കും പോയിട്ടാണ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞത്. ആ സമയത്തും ഇനി ഈ പറഞ്ഞ ആള് മദ്യപിച്ചിട്ടുണ്ടായില്ലെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇത് ആ ദിവസം പിറ്റേ ദിവസം പിടിക്കാതിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പുള്ളി ഓൾറെഡി ഒരു ഡോക്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനെക്കുറിച്ച് പുള്ളിക്ക് അതിനെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ എത്ര ദിവസവും ഇപ്പൊ ഒളിവിലും കാര്യങ്ങളായിട്ട് കിട്ടും. നിലവിൽ നിങ്ങൾ ചോദിച്ചു പോലീസ് സ്റ്റേഷനിൽ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ ആള് ഒളിവിലാണ്. ആളുടെ ഫാമിലിയാണ്. ഇപ്പൊ വണ്ടി RC ഓണർ പുള്ളിയുടെ അപ്പന്റെ പേരിലാണെന്ന് പറഞ്ഞത്. അവരാരും ഇവരെ ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. അപ്പന്റെ അമ്മയുടെയൊക്കെ പറച്ചില് നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല്
ആ അപകടം സംഭവിച്ച സമയത്ത് അവിടെ നിന്ന് പൊട്ടിയൊന്ന് അപ്പൊ തന്നെ വണ്ടി നിർത്തിയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിൽ അതിനുശേഷം പിന്നെ ദൈവവിധി എന്നുള്ള രീതിയിൽ അതുപോലും ചെയ്യാത്ത ഇങ്ങനത്തെ ഒരാളുടെ കാര്യമാണ് അവർക്ക് എല്ലാവർക്കും ഏറ്റവും പ്രധാനമായിട്ട് വിഷമമുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഇതില്ലായിട്ട് അതിനുശേഷം ഈ പറഞ്ഞ പോലെ നിലവിൽ ഇന്നുവരെയായിട്ട് 5 ദിവസം കഴിഞ്ഞു, ഇതുവരെയായിട്ടും പോലീസിനെ കൊണ്ടും ആളെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് നമുക്കും അറിയില്ല. നിലവില് എന്തുകൊണ്ടാണ് ഇത്രയും വൈകിച്ചതെന്ന് എനിക്ക് അറിയില്ല. രാവിലെ പിടിച്ചെന്ന് പറയാം ഭയങ്കര ചെല്ലുന്ന രാവിലെ ചെന്നപ്പോ അവര് പറഞ്ഞു പിന്നെ ആളിതാണ് ഡോക്ടറാണ്, ആള് ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്നത്, ആളുടെ പേര് ഇതാണ്, ആവശ്യങ്ങൾ ഇതാണ്, വണ്ടിയാണ് കളക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആളെന്താണ് ഇങ്ങനെ പറയും അറിയില്ല. പിടിക്കാനായിരുന്നു നേരത്തെ പിടിക്കായിരുന്നു. ലെഫ്റ്റ് ലെവലിൽ എല്ലാവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇപ്പൊ ഇന്ന് പറഞ്ഞത് 4 സ്കോഡായിട്ട് ഇപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ആള് ഒരു വിവരം കിട്ടിയിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോ നല്ല ഇപ്പൊ MLA-നോടും നമ്മൾ സംസാരിച്ച് MLA എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ MLA ഇന്നലെ വന്നിട്ടുണ്ടായി. പിന്നെ ഓൾറെഡി പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കമ്മീഷണറായിട്ടും എല്ലാവരുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അവർ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇതിപ്പോ ചെറിയൊരു ആക്സിഡന്റ് കേസ് ആയിരുന്നെങ്കിൽ ഇപ്പോ അത് ഓർഡർ ഡൊണേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൂടി ജീവൻ കൊടുത്തത് കൊണ്ടും അത് ന്യൂസ് ആയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അവർ പോലീസുകാർ ഇപ്പൊ ഇത്രയും എഫിഷ്യന്റ് ആയിട്ട് നോക്കുന്നത്. പക്ഷെ ഇപ്പൊ ഓർഡർ ഡൊണേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പോലീസുകാർ ഇത് ഒരു ആക്സിഡന്റ് കേസ് കഴിഞ്ഞ് ഒരു കുട്ടി മരിച്ചു കൊണ്ട് നടത്തി കഴിഞ്ഞു. പോലീസുകാർ ഇതിന്റെ ഭാഗത്ത് വേറെ ഇതുണ്ടാവില്ലായിരുന്നു. ഇങ്ങനൊരു ഇത് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും പബ്ലിസിറ്റി വന്നതിന്റെ പുറത്ത് മാത്രമാണ് ഇപ്പൊ അവസാനം ഇപ്പൊ എന്തുകൊണ്ടാണ് മുടക്കി ഇത്ര ദിവസം ഒരു നോട്ടീസ് മാത്രം വെച്ച് കാത്തിരിക്കരുതെന്നാണ് അറിഞ്ഞത്. ഇപ്പോഴാണ് അന്വേഷണങ്ങൾ ഇത്രയും 4 സ്കോഡൊക്കെ ആയിട്ട് ഇറങ്ങിയെന്നൊക്കെ അറിയുന്നത്. അതായത് ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ഒന്നും ഇല്ലാണ്ട് നോർമലി ഇതില് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവിടെ വെച്ച് തീരുന്ന രീതിയിൽ തീരുമെന്നാണ് നമ്മുടെ ഡൗട്ട്. ഈ അപകടം പോലീസിന് നടപടി അന്വേഷിക്കുന്നത് അതെല്ലാം നോക്കിയത് ഇവനാണ് നോക്കിയത്. സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ നമുക്ക് അവിടെ വേറെ ആരും കോണ്ടാക്ട് ഇല്ല. ഗൂഗിളിൽ നമ്പർ എടുത്ത് വിളിച്ചു അപ്പൊ അവര് നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോ, ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കി ഓക്കെ ആയിട്ടെന്ന് പറഞ്ഞു. പിന്നെ റെസ്പോൺസ് ഒന്നും ഇല്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ സ്റ്റേഷനിലേക്ക് ചെന്നത് അതാണ് പറയുന്നത് തിങ്കളാഴ്ച ചെല്ലുന്നു. അത് പറയുന്നത് വണ്ടിയൊക്കെ പിടിച്ചിട്ടിറങ്ങി ഇതാണ് ആള് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് ഔട്ട് സാധനങ്ങൾ പുള്ളി ഇറങ്ങി കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം ഞങ്ങളാണ് പോകുന്നു. പിന്നെ അപ്ഡേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഹോസ്പിറ്റലിൽ കുറച്ച് തിരക്കാരെന്ന് ഞങ്ങൾ പോയുള്ളൂ. പോലീസ് സാധാരണ അത് ഇവര് ചെറിയ കുട്ടി അവരുടെ പോലീസുകാരുടെ കണ്ണില് ഇവര് ചെറിയ കുട്ടികളാണെന്നാണ്. അവര് ചെറിയ കുട്ടികളാണല്ലോ. അപ്പോ നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ തിരിച്ചയക്കാൻ വെറുതെ ഒരു സാധാ ഒരു നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു ആക്സിഡന്റ് പോലെ പിള്ളേരെ തിരിച്ചയക്കാമെന്നാണ്. അവർക്കറിയില്ലല്ലോ ഞങ്ങളുടെ പിള്ളേരെ. അതാ സംഭവം. കൊച്ചുങ്ങള് അവർക്ക് വേണ്ടിയിട്ട് ഓടിയതാ. അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും പിള്ളേരാ, അവളുടെ കൂട്ടുകാരാ, അവരുടെ ജീവനാ. ഒന്നുമില്ലാത്ത പോലെ ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിച്ചില്ല വണ്ടിയുടെ. അതെന്താ പോലീസുകാർക്ക് എന്താ ഫോട്ടോ എടുത്താലും പിള്ളേര്. സിസ്റ്റർ രാഷ്ട്രീയ പഠിച്ചു കിട്ടിയത്. അതെ. പിന്നെ ഈ സ്കൂളിന്റെ ഭാഗത്ത് കോളേജിന്റെ ഭാഗത്തുനിന്ന് കോളേജിന്റെ ഭാഗത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഉണ്ടായി ഉടനെ തന്നെ എനിക്കാണ് കോൾ വന്നത്. ഒരു വിത്തിൻ സെക്കൻഡ്സിൽ ഞാൻ ഓൺ ദി സ്പോട്ടിൽ എത്തിയിരുന്നു. ഞാനും വേറൊരു അവിടുത്തെ തന്നെ സിസ്റ്ററും കൂടെ. അപ്പോഴത്തേനും പോലീസ് വണ്ടിയിൽ LF ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. ഞങ്ങളും തൊട്ട് പുറകെ തന്നെ ചെന്നു. അപ്പം പോലീസ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളോട് ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. അവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് സൈൻ ചെയ്ത് കൊടുത്തത്. ഞാനും സിസ്റ്ററും പിന്നെ അന്നത്തെ പേരൻസ് പപ്പയും ജാസിനും കൂടെ എത്തിയിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് രാജഗിരിയിലേക്ക് കൊണ്ടുവന്നതും. അതിനുശേഷം മുഴുവൻ സമയം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പ്രിൻസിപ്പൽ സിസ്റ്ററും മാറി മാറി അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് പോലീസുമായിട്ട് കോൺടാക്ട് ചെയ്യാനും, കാരണം ഞങ്ങളുടെ പ്രയോറിറ്റി ഞങ്ങളുടെ കൊച്ചായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഓറിയന്റേഷൻ മുഴുവനും കുട്ടിയിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഇന്നലെ ഞങ്ങളുടെ സ്റ്റാഫും കുറച്ച് കുട്ടികളും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. പോലീസുമായിട്ട് സ്റ്റാഫ് സംസാരിച്ചിരുന്നു.
അത് കഴിഞ്ഞ് ഇന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൽ പോലീസുമായിട്ട് സംസാരിച്ചിരുന്നു. അവരെത്രയും വേഗം പിടിക്കും എന്നുള്ള ഉറപ്പ് ആണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ മാക്സിമം എന്തായാലും ജാസ്ലിയ ഈ വീടിൻ്റെ മാത്രമല്ല ഞങ്ങളുടെ കോളേജിൻ്റെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ കുട്ടിയാണ്. അതുകൊണ്ട് ജാസ്ലിയയുടെ ഈ മരണത്തിൽ ഞങ്ങൾക്ക് അത്രയേറെ വേദനയുണ്ട്. ഒപ്പം ഞങ്ങൾക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ ജാസ്ലിയയ്ക്ക് നീതി കിട്ടണം. അതിന് ഏതറ്റം വരെ പോകണമെങ്കിലും ഞങ്ങൾ പോകും. അതിനുള്ള ഈ കുടുംബത്തിനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതാണ് ഞങ്ങളുടെ തീരുമാനം. നിലവിൽ ഒരു പോലീസുകാരെ എനിക്ക് കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഡയറക്റ്റ്. അതായത് നമ്മ മെയിനായിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരെ കെയർ ഹോസ്പിറ്റലിൽ ഓരോരുത്തരെ കൊണ്ട് SP ലെവലിലും അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോഴത്തേക്ക് MLA ഇന്നലെ കണ്ടപ്പോഴും ഞങ്ങളെല്ലാവരും സൂചിപ്പിച്ചപ്പോൾ MLA പറഞ്ഞത് ഓൾറെഡി SP കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. SP തന്നെ നേരിട്ട് മേൽനോട്ടം വഹിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അതേപോലെ ഇന്നത്തെ MP വന്നപ്പോൾ MP-നോട് ഈ കാര്യം സൂചിപ്പിച്ചു പെട്ടെന്ന് പ്രതിനെ പിടിക്കുന്നത്. MP പറഞ്ഞത് അന്വേഷിക്കും കൂടി പുള്ളി കമ്മീഷണറായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് തന്നെ പോന്നേക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കുന്നുള്ള രീതിയിലാണ് നിലവിൽ ഇന്ന് ഉച്ചയ്ക്ക് ഹൈബിയുടെ MP പറഞ്ഞത്. സ്റ്റുഡൻസും അധ്യാപകരും അവിടെ എത്തിയപ്പോഴല്ലേ അവർ പോലീസുകാർ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ടീച്ചേഴ്സിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് CCTV വിഷ്വല്. കോളേജിൽ നിന്ന് അവർ വന്നപ്പോഴാണ് കാണിച്ചു കൊടുക്കുന്നത് പ്രതികളെ തിരിച്ചറിഞ്ഞു പറഞ്ഞിട്ട്. ആ കുട്ടികൾ അത്രയും പ്രതിഷേധം എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നലെ പോലും അന്വേഷണത്തിൽ വരില്ലായിരുന്നു. കാരണം പ്രതി കീഴടങ്ങ് നമ്മളെ വെയിറ്റ് ചെയ്യുമായിരുന്നു പോലീസുകാർ. അതിനെക്കുറിച്ച് ഈ മുന്നോട്ട് എന്തെങ്കിലും രീതിയിൽ അല്ല, ഞങ്ങൾ ഇന്നും പോലീസിനോട് ഞങ്ങൾ പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് തന്നെ ഏതറ്റം വരെയും ഞങ്ങൾ പോകുമെന്നുള്ളത് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഞങ്ങളുടെ കുട്ടിക്ക് നീതി കിട്ടുക എന്നത് ഞങ്ങളുടെ വലിയൊരു ആവശ്യമാണ്. അത് മാത്രമല്ല, ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ നീതി കിട്ടിയില്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് എന്താണേലും നീതി കിട്ടണം. ഞങ്ങളുടെ കുട്ടിക്ക് നീതി കിട്ടണം. അതിന് ഏതറ്റം വരെയും പോകാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ശ്രമിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.